പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ സ്ഥിരം സാക്ഷിയാക്കി മാറ്റിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ആദ്യമായി നേർന്നുകൊള്ളുന്നു. എൻ്റെ പേര് ബെറോസ്. ഇത് എൻ്റെ വൈഫ് മേരി ഗീത. ഞങ്ങൾ രണ്ടുപേരും കന്യാകുമാരി ജില്ലയിലെ തൂത്തൂർ ഫൊറോനയിലെ വിശുദ്ധ നിക്കലോസ് ദേവാലയം നീരോടി അവിടെ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു പരീക്ഷയുടെ കാര്യം വെച്ചിട്ടാണ്. ഞാനൊരു ചെറിയ അധ്യാപകനാണ് പ്രൈമറി സ്കൂളിലെ. ഇവിടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി TNTET എന്ന് പറയുന്ന എക്സാം പാസ്സാകണം. പക്ഷേ 2015 എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. പക്ഷേ ഒരു നിബന്ധനയോടെയാണ് അപ്പോയിൻമെൻറ്റ് തന്നത്. വരുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ അത് എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധന. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. 10 കൊല്ലം ഇതിനു വേണ്ടി പ്രയത്നിച്ചു. ഒത്തിരി പ്രിപ്പയർ ചെയ്തു, പഠിച്ച് എക്സാം എഴുതി. എല്ലാം എൻ്റെ മെറിറ്റിലാണ് എക്സാം എഴുതിയത്. പക്ഷേ അതിൽ യാതൊരു ഫലവും എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് 2022 കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ കടന്നു വരികയും ഉടമ്പടി എടുക്കുകയും അതുവഴി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് എക്സാം ഉണ്ടായി. അതിലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി കുറച്ചൊക്കെ മനസ്സിലാക്കി വരാൻ കുറച്ച് കാലതാമസം എടുക്കുകയുണ്ടായി. എന്നിട്ടത് പുതുപ്പിച്ചിട്ട് വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എക്സാം അനൗൺസ് ചെയ്തു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റെഡിയായി. ആ സമയത്ത് ഞാനൊരു BLO കൂടെയാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു BLO കൂടെയാണ്. ആ സമയത്താണ് SIR എന്ന് പറയുന്ന പരിപാടി കടന്നു വന്നത്. പിന്നെ അതാണെങ്കിൽ രാവിലെ തുടങ്ങിയ ജോലി ഞാൻ ചിലപ്പോൾ തീർക്കുന്നത് രാത്രി 4 മണി 3 മണി ഇങ്ങനെയൊക്കെയാണ്. അത്രയ്ക്കും പ്രഷറാണ് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ. 1.5 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലി പക്ഷേ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ 25 ദിവസത്തിനുള്ളിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. അത്രയ്ക്കും പ്രഷറായിട്ട് ചെയ്തു. അപ്പോൾ രാവിലെ 7 മണിക്ക് തുടങ്ങും, രാത്രി വരെ ഫുള്ളായിട്ട് ഇത് തന്നെ ജോലി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും അവർക്ക് തൃപ്തിയില്ലായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ എനിക്ക് പഠിക്കാനുള്ള സൗകര്യവുമില്ല, ഒന്നുമില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഒരു പേടി തോന്നി, ഈ പരീക്ഷ എങ്ങനെ പാസ്സാകും. അതിനിടയ്ക്ക് തന്നെ കോർട്ടിൻ്റെ ഒരു ഓർഡർ കൂടെ ഉണ്ടായിരുന്നു. അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അവരത്ര പേരെയും പിരിച്ചുവിടും എന്നുള്ള ഒരു ഓർഡർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കടന്നു വന്നപ്പോൾ വീണ്ടും മനസ്സിന് നല്ല പ്രയാസമുണ്ടായി. ഇതെങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലായി. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മുടക്കമില്ലാതെ ചെയ്തുകൊണ്ട് പോയിരുന്നു. 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. പിന്നെ പള്ളിയിൽ പോകും, രാവിലെ പള്ളിയിൽ പോകും. വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ജപമാല, ബൈബിൾ വായന, ഇതൊന്നിനും മുടക്കമില്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാം വന്ന്, അപ്പോൾ എക്സാം എഴുതണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലായി അവസാനം. അപ്പോൾ വൈഫ് പറഞ്ഞ്, അല്ല അത് നിങ്ങളല്ല എഴുതുന്നത്, മാതാവാണ് എഴുതാൻ പോകുന്നത്, അതുകൊണ്ട് പേടിക്കണ്ട, പോയി എഴുതിയിട്ട് വന്നാൽ മതി, ബാക്കിയുള്ളത് അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഞാനും അന്നേ ദിവസം ഒന്നും പഠിച്ചില്ല. 1.5 മാസം കൊണ്ട് പുസ്തകം തുറന്നു നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പഠിക്കാത്തതല്ല, സമയം കിട്ടിയില്ല. അങ്ങനെ എൻ്റെ മെറിറ്റ് സീറോയിലേക്ക് പോയി. 0 അല്ല, അതിനേക്കാളും താഴ്ന്ന് മൈനസിലോട്ട് പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ ഡിപ്രഷനായി.
എന്തായാലും പരീക്ഷ എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ പോയി പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. പറഞ്ഞിട്ട് പോയി, അമ്മ എൻ്റെ മുമ്പിൽ പോകണം, അല്ലാതെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അമ്മ പോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ അന്നേ ദിവസം ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. ഞാൻ പോയത് ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ പോയ ഉടനെ ആദ്യമായിട്ടൊരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സന്തോഷമായി. ഞാൻ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വൈഫ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. ഇനി മുമ്പോട്ട് പോകാൻ പാടാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട്. എന്നിട്ടൊരു 10 മണിക്ക് തുടങ്ങി 11 മണിയാകുമ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഭവം അനുഭവിച്ചറിയാൻ പറ്റി. ഞാനിരിക്കുന്ന സ്ഥലത്ത് ഒരു നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ബോധ്യമായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ ആ ഉത്തരങ്ങൾ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ഒന്നൊന്നായിട്ട്. അവസാനം സമയം തീരാറായി. 10 മിനിറ്റ് മുമ്പിൽ പരീക്ഷ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വന്നു, റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തിരി കത്തിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മാതാവിൻ്റെ ഒരു രൂപം ആ തിരിയിൽ തെളിയുകയും അത് ഞങ്ങൾ വീഡിയോ ആയിട്ട് എടുത്ത് വച്ചിരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷമായി. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് നമുക്ക് പേടിക്കണ്ട. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് പൈൽസിൻ്റെ അസുഖമുണ്ടായിരുന്നു. അപ്പോൾ അത് 1.5 കൊല്ലം കൊണ്ട് അങ്ങനെ അതുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉടമ്പടി തൈലമെടുത്ത് ഒരാഴ്ച പോലെ പ്രാർത്ഥിച്ച് അതിൽ പുരട്ടുകയും ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ തന്നെ മറന്നുപോയി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലമായി അതിനെ ഇപ്പോൾ കാണാനില്ല. അതും അമ്മ മാറ്റിത്തന്നു. അടുത്തത് എൻ്റെ വൈഫിൻ്റെ ഒരു ജോലി സംബന്ധമായ ഒരു സാക്ഷ്യമാണ്. വൈഫാണെങ്കിൽ ഒരു MBA കാൻഡിഡേറ്റാണ്. പക്ഷേ ആദ്യമായിട്ട് ജോലി ചെയ്തത് ഒരു ബൈക്ക് ഷോറൂമിലാണ് ജോലി ചെയ്തത്. ഒരു തുച്ഛമായ സാലറിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബാങ്ക് എക്സാം എഴുതണം, ഒരു ബാങ്കിൽ ഒരു ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ബാങ്ക് എക്സാം കുറേയൊക്കെ എഴുതി. ഒന്നും കിട്ടിയില്ല. പിന്നെ ഉടമ്പടി എടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ, ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ അവക്കും ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഉടമ്പടി എടുത്താൽ ഇതെല്ലാം നമുക്കും ചെയ്യാം, അപ്പോൾ നിങ്ങൾ മാത്രം ചെയ്താൽ മതിയോ, അപ്പോൾ എനിക്കും ചെയ്യണം എന്നുള്ള രീതിയിൽ വന്ന് വീണ്ടും ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത 6 മാസത്തിനുള്ളിൽ അവിടെ നിന്നും ആദ്യത്തെ ജോലി ഒരു ചെറിയൊരു ബാങ്കിൽ തന്നെ കിട്ടി. അതിനേക്കാളും കുറച്ച് സാലറി കൂടുതലായിട്ടുള്ള ബാങ്കിലാണ് കിട്ടിയത്. വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞ ഉടനെ ഫെഡറൽ ബാങ്കിലെ കാസ RM ആയിട്ട് ജോലി ലഭിക്കുകയും ആവശ്യത്തിനനുസരിച്ചുള്ള സാലറി ലഭിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം വൈഫിൻ്റേത് തന്നെ. രാത്രി ഉറങ്ങി എണീറ്റതിന് ശേഷം ഒരു കണ്ണ് മൊത്തമായിട്ട് നല്ല വലുതായി ചുമന്ന് കണ്ണ് കാണാതെ അങ്ങനെ ഇരുന്ന്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാഴ്ച വരെ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൽ ഒരു കുറവുമില്ല. അവസാനം കണ്ണിൻ്റെ കാഴ്ച ശക്തി തന്നെ കുറേ ആയിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വേറെ ഒരു ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെയും പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കണ്ണിന് കാഴ്ച ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ നാളെ വരെയും നമുക്ക് എല്ലാ ടെസ്റ്റുകളും നോക്കി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വെച്ച് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നതാണ്, നാളെ വരുമ്പോൾ ഞങ്ങൾക്കിതൊന്നും ഇരിക്കരുത്, സാക്ഷി പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വന്നു. എന്നാൽ അതുപോലെ അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ യാതൊരു പ്രശ്നവും കാണുന്നില്ല.
അവിടെ പോയതിനു ശേഷം കണ്ണിൻ്റെ കാഴ്ചകൾ കുറേശ്ശെയായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുഴുവനും കണ്ണിൻ്റെ കാഴ്ചശക്തി മുഴുവനും കിട്ടി. അങ്ങനെ 2ാമത്തെ അത്ഭുതവും മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. 3ാമത്തെ അത്ഭുതം എന്തെന്ന് വെച്ചാൽ ഒരു മൈഗ്രെയിൻ്റെ അസുഖമുണ്ടായിരുന്നു. അത് കുറേ കാലമായി, ഏകദേശം 15 കൊല്ലത്തിൻ്റെ മുകളിലാണ്. അത് വന്നാൽ പിന്നെ ആളിനെ പിടി കിട്ടത്തില്ല, ബെഡിലാണ് ഫുള്ളായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇതുമായിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നുണ്ട്. എന്നാലും യാതൊരു കുറവുകളും ഇല്ല. പിന്നെ മെഡിസിൻ കൂടുതലായിട്ട് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. മെഡിസിൻ്റെ അലർജിയും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഈ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാ ദിവസവും എടുക്കും. ആഹാരത്തിലായാലും ശരി, പ്രാർത്ഥിക്കുമ്പോഴും ശരി, എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇതിനു വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ഇതുവരെ ഇന്ന് ഏകദേശം 1.5 കൊല്ലത്തിൻ്റെ മുകളിലായി. ഇതുവരയ്ക്കും ഈ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ 3ാമത്തെ അത്ഭുതവും അമ്മ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്തു തന്ന മാതാവിന് നന്ദി. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം, ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് എല്ലാ ദിവസവും വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ബൈക്ക് എടുത്തിട്ട് പോകും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇത് എവിടെ പോകണം എന്നുള്ളത് കാണിച്ചു തരണം എന്ന് ചോദിച്ചിട്ടാണ് അന്നത്തെ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ആരുടെ കയ്യിൽ എത്തണമോ ആ ഏരിയ, ആ സ്ഥലങ്ങളൊന്ന് മനസ്സിൽ വന്നു പോകും. അവിടെ തന്നെ കൊണ്ട് കൊടുക്കും. എന്നാൽ അവിടെ ഉള്ള ജനങ്ങൾക്കും മക്കൾക്കും അത് നല്ല ഉപയോഗമുള്ളതായി അവിടെ നിന്നും കുറേ ആളുകൾ ഉടമ്പടി എടുക്കാനും ആത്മീയ ജീവിതത്തിൽ വരാനും സാധിച്ചു. ധ്യാനങ്ങൾ, ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയും മുടങ്ങാതെ കൂടാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റേറ്റസ് ഇടാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0 ആത്മീയ ജീവിതം. ഞാൻ പള്ളിയിൽ കയറിയിട്ട് തന്നെ കുറേ വർഷങ്ങളായി. അങ്ങനെ പള്ളിയിൽ പോയാലും പുറത്ത് നിന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എന്ന് ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നോ, എന്ന് ഞാൻ അറിഞ്ഞോ, എന്ന് ഈ മണ്ണ് ചവിട്ടിയോ, അന്നേ ദിവസം മുതൽ എൻ്റെ ആത്മീയ വളർച്ച കുത്തനെ ഉയർന്നു. എല്ലാവരും അതിശയിക്കുന്ന രീതിയിൽ എൻ്റെ ആത്മീയ വളർച്ച ഉണ്ടായി. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കും. അങ്ങനെ എൻ്റെ ആത്മീയ വളർച്ച ഉയർന്നു. അതുപോലെ വൈഫും അങ്ങനെയാണ്. എല്ലാ ദിവസവും ഇതുവരെയും ഞങ്ങൾ ഉടമ്പടിയിൽ വന്നിട്ട് 1-2 ദിവസം മാത്രം പള്ളിയിൽ പോകാത്ത ദിവസമുണ്ടായിരിക്കും. അതും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് മിസ്സാകാറുണ്ട്. അല്ലാത്ത ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ തിരക്കി അന്നേ ദിവസം കുർബാന കണ്ടിട്ട് തന്നെ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ ആത്മീയ ജീവിതം വളർന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ 2 പേരും, പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഈ വേറെ 2 പേര്, അങ്ങനെ 4 പേരായിട്ട് ചേരും, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരായിട്ട് ഈ വൃദ്ധമന്ദിരങ്ങൾ, പിന്നെ കൊച്ചുകുട്ടികളുടെ അവരെ സംരക്ഷിക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ, ആശുപത്രികളിൽ, ഇവിടെയൊക്കെ പോയി അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ആഴ്ചയ്ക്ക് ഒരു വെള്ളിയാഴ്ച ആകുമ്പോൾ പൊതിച്ചോറുകളെല്ലാം കൊണ്ട് കൊടുക്കുന്നതാണ്. ആശുപത്രികളിലും തെരുവോരങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നു. ഒത്തിരി വെച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നടന്നു. ആ നടന്നതിൻ്റെ ആ മക്കൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിനെ പറയാൻ പറ്റിയില്ല. അവർ വരുമ്പോൾ വീണ്ടും പറയുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഇത്രയും വലിയ അനുഭവങ്ങൾ തന്ന് ഈ അൾത്താരയിൽ കയറാൻ തന്നെ ഒരാഗ്രഹമുണ്ടായിരുന്നു. എന്നാണ് ഇവിടെ വന്ന് കയറണം എന്നുള്ള ഒരാഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ കയറണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ കൊണ്ട് നിർത്തി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം നന്മകൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ അറിയിച്ചുകൊള്ളുന്നു.
യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. ബെറോസ്, മേരിഗീത എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് വലിയ വലിയ സങ്കടങ്ങളുടെ കണക്കിൽ അവർക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ വേണ്ടിയാണ്. 10 വർഷത്തോളം പഠിച്ച് ഒരുങ്ങിയിരുന്ന ഒരു കേറ്ററ്റ് പരീക്ഷ, ടെറ്റ് എന്ന തമിഴ്നാട് ടെറ്റ് പരീക്ഷ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വലിയ ഒരു പ്രതിസന്ധി എന്ന BLO ചാർജ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ചാർജ് അദ്ദേഹത്തിനുണ്ടാകുന്നത്. അദ്ദേഹം തോറ്റുപോകും, പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല, ഓവർ വർക്ക്, ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹം തൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ വളരെ ശക്തമായും അദ്ദേഹം പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ തന്നെ അദ്ദേഹത്തിന് ടെറ്റ് പരീക്ഷ പാസ്സാകാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ മധ്യസ്ഥം നൽകി ഈശോ ഒരു വലിയ വിജയം നൽകിയെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം വളരെ സീറോ ആയിരുന്നു. അദ്ദേഹം തന്നെ ഏറ്റുപറയുകയായിരുന്നു. സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിവാഹ സമയത്ത് മാത്രമാണ് ഞാൻ മുഴുവൻ സമയവും പള്ളിയിലുണ്ടായിരുന്നത്. അതിനുശേഷം കൃത്യമായി കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കഥ പറയാനും അവിടെ സമയം ചെലവഴിച്ച് പുറത്തു വന്ന് പള്ളിമുറ്റത്ത് നിന്ന് തിരിച്ചു പോകാറാണ്. അതായിരുന്നു എൻ്റെ ആധ്യാത്മികത. അതിൽ നിന്ന് അദ്ദേഹം ഇന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും ഈശോയെ സ്വീകരിക്കാത്ത ദിവസങ്ങളില്ല എന്ന് അദ്ദേഹം ഏറ്റു പറയുന്നു. 1.5 വർഷമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിനെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തിയിരുന്ന പൈൽസ് എന്ന അസുഖം ഇവിടെ വന്ന് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് പരിപൂർണ സൗഖ്യം ലഭിച്ചതായി ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ വൈഫ് ഒരു MBA പേഴ്സണാണ്. വൈഫിന് ഒരു മാന്യമായ ജോലിയോ ഒരു മാന്യമായ സാലറിയോ ഇല്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വൈഫിന് ഒരു ജോലി കിട്ടിയത് ബാങ്കിലെ ഒരു സ്റ്റോർ കീപ്പറായിട്ടാണ്. അവിടെ നിന്ന് ഉടമ്പടി ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ ലഭിച്ച് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ഇന്ന് നല്ലൊരു സാലറിയോടുകൂടി മാന്യമായ ഒരു ജോലി ബാങ്കിൽ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ വലിയൊരു സൗഖ്യമാണ്. കണ്ണിന് വാതം ബാധിച്ചിരുന്നു എന്നാണ് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്. അത് സൗഖ്യപ്പെടുകയില്ല. കണ്ണിൻ്റെ കാഴ്ച ഗ്രാജുവലി ഐസൈറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അവരുടെ ഉടമ്പടിയാണ് അവർക്ക് ഉറപ്പ് നൽകിയത്. കണ്ണിന് കാഴ്ച നൽകിയവൻ, അന്ധന് സൗഖ്യം നൽകിയവനെല്ലാം ഈശോ തന്നെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ ഉടമ്പടിയുടെ ശക്തിയിൽ വൈഫിനെ മേരിഗീതയ്ക്ക് കണ്ണിന് സൗഖ്യം നൽകി പൂർണ്ണ കാഴ്ച നൽകിയെന്ന് ഏറ്റു പറയുന്നു. 15 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അവർക്ക് സൗഖ്യം ലഭിച്ചു. ഇതെല്ലാം ഉടമ്പടിയുടെ വലിയ ശക്തമായ ഇടപെടലിലൂടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അവർക്ക് സാധിച്ചു എന്ന് ഏറ്റു പറയാൻ സാധിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ആസ്തി. ഇവിടെ ബൈറോസ് ഏറ്റു പറയുകയുണ്ടായി, എനിക്ക് ഇന്ന് ഈശോയാണ് എൻ്റെ പ്രയോറിറ്റി. താനൊരു അധ്യാപകനാണ്. പാവപ്പെട്ട കുട്ടികളുടെ ഇടയിലേക്ക് ചെല്ലാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനുമെല്ലാം തൻ്റെ ദുഃഖങ്ങളെല്ലാം മറന്ന് കുഞ്ഞുകുട്ടികളെ സഹായിക്കാനുള്ള വലിയ ഒരാസ്തി എന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ബെറോസിനും മേരിഗീതയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.